നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ എൽ രമേശൻ അവർകൾ, വേദിയിലുള്ള ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സാരഥി ശ്രീമദ് ധർമ്മ ചൈതന്യ അവർകൾ, അഭിമന്യ പിതാവ് ശ്രീ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്ത അവർകൾ, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ജാതി സെൻസസ് വിഷയത്തിൽ ഇപ്പോൾ രൂപീകൃതമായിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർകൾ, കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെ പ്രസിഡന്റും ജാതി സെൻസസ് വിഷയത്തിലെ ആക്ഷൻ കൗൺസിലിൻ്റെ ഖജാൻജിയുമായ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അവർകൾ, വേദിയിലുള്ള സംഘാടക സമിതിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ MS സുനിൽകുമാർ, സദസ്സിലുള്ള സംഘടനയുടെ നേതാക്കന്മാരെ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ അംഗങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, KPMSൻ്റെ 53ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. ആ സമ്മേളനത്തിൻ്റെ വിളംബരമായിട്ടാണ് ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളായിരുന്നു. ഇന്നത്തെ ഈ വേദി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് അപൂർവമായി കാണുന്ന ഒരു കൗതുക കാഴ്ചയാണ് കേരളത്തെ സംബന്ധിച്ച്. ഒരു പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വേദി ഭരണാധികാരികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു കേരളീയ സമൂഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു പരിച്ഛേദത്തെയാണ് KPMS ഈ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചിട്ടുള്ളത്. ആത്മീയതയുടെ ഒരുപക്ഷെ കേരളത്തിലെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതൃസ്ഥാനത്ത് നമ്മൾ കൽപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു സമാധി കൊള്ളുന്ന ശിവഗിരിയിലെ സ്വാമി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് സച്ചിദാനന്ദ സ്വാമിയുടെ സമീപകാലത്തെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ആത്മീയതയുടെ ഒരു വാൽമീകത്തിനുള്ളിൽ മൗനവ്രതത്തിലാണ്ടിരിക്കുന്ന സന്യാസി വര്യന്മാർ സാമൂഹിക വിഷയങ്ങളോട് അങ്ങനെ പ്രതികരിക്കാൻ വിമുഖത കാട്ടുന്ന ഒരു കാലത്ത് ഈ സാമൂഹിക വിഷയങ്ങളോട് ക്ഷുഭിതമായ ഒരു മനസ്സ് പേറുകയും ആ വാൽമീകത്തിൻ്റെ പുറന്തോടുകളെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് അധികാര കേന്ദ്രങ്ങൾക്ക് മുൻപിൽ അങ്ങനെ ഗർജിക്കുകയും ചെയ്യുന്ന, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ നാട്ടിലെ തമ്പുരാൻ കോട്ടകൾ തകർക്കപ്പെടണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരാമർശം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, ജാതി സെൻസസുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളിന്നൊരു പ്രക്ഷോഭ രംഗത്താണ്. അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ വരണം,
KPMSൻ്റെ 53-ാം സമ്മേളനത്തിന് തുടക്കമിടുന്ന ഈ സംഗമം അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കടുത്ത ശ്വാസം മുട്ടും നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഇന്ന് അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള ചില പരിശോധനകൾ വേണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നൊരു ദിവസമാണിന്ന്. പക്ഷെ സ്വാമിയുടെ മനസ്സിവിടെയാണ്. സ്വാമി പ്രത്യേകമായിട്ടാണ് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സാരഥി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികളെ ഇവിടേക്ക് അയച്ചത്. അതയക്കുമ്പോൾ സ്വാമിയുടെയും നമ്മുടെയും ആശയഗതികളോട് പൊരുത്തപ്പെടുന്ന അദ്വൈതാശ്രമത്തിലെ ധർമ്മചൈതന്യ സ്വാമിയെ തന്നെ പ്രത്യേകമായി അദ്ദേഹം നിയോഗിച്ച് സ്വാമി നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്വൈതാശ്രമത്തിലെ സാരഥിയായിട്ടുള്ള ധർമ്മചൈതന്യ സ്വാമി വരുമ്പോൾ നമുക്കതും ഒരു സന്തോഷമാണ്. 1924 മാർച്ച് മാസം 3-4 തീയതികളിൽ പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണിപ്പോൾ. അത് സർക്കാരും സാംസ്കാരിക സംഘടനകളും സന്നദ്ധ സംഘടനകളും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും എല്ലാം സമുചിതമായി ആഘോഷിക്കുന്ന ഒരവസരത്തിലാണ് സ്വാമി ഇവിടെ വരുന്നത്. അതിനു മുൻപ് ലോകത്ത് ഒരു സർവമത സമ്മേളനം നടന്നു എന്ന് പറയുന്നത് 1823 ഷിക്കാഗോയിലാണ്, അമേരിക്കയിൽ. അതിനുശേഷം കേരളത്തിലാണ് അങ്ങനെയൊരു സർവമത സമ്മേളനം നടന്നിട്ടുള്ളത്. 921 മലബാർ കലാപത്തെ തുടർന്ന് കലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ ജാതിമത സ്പർദ്ധ വളർന്നു വന്ന ഒരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. ആ സർവമത സമ്മേളനം വിളിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന മുദ്രാവാചകം അതിൻ്റെ കവാടത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്താദ്യമായി ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. അത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ തീരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മരണകൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകും. കാരണം പെരിയാറിൻ്റെ തീരത്താണ് ഭാരതീയ ദർശന പാരമ്പര്യത്തിൻ്റെ സമുജ്വല മാതൃകയും വേദാന്ത പദ്ധതിയുടെ പരമാചാര്യനുമായിട്ടുള്ള ശങ്കരാചാര്യർ ജനിക്കുന്നത്. പെരിയാറിൻ്റെ തീരത്ത് കൈപ്പള്ളി ഇല്ലത്തിൽ ആ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അദ്വൈതത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്വൈതത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിലെത്തണമെങ്കിൽ ഉപാസനയും വിചാരമാർഗവുമാണ്. അധസ്ഥിതർക്ക് അന്യമായിരുന്നു. പക്ഷെ ആ വിചാരമാർഗത്തിലാണ് ദൈവദശകം പോലെയുള്ള ദർശനമാല പോലെയുള്ള കൃതികൾ ശ്രീനാരായണ ഗുരു അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി നൽകിയത്. ഉപാസന മാർഗത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠയും അതുപോലെ തന്നെ പഞ്ചലോഹത്തിൽ തീർത്ത പ്രഭയും എല്ലാം ഈ നാടിന് അദ്ദേഹം നൽകിയത്. അപ്പോൾ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച അദ്വൈതാശ്രമം നാട് വല്ലാത്തൊരന്തരീക്ഷത്തിൽ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ച് ആ സർവമത സമ്മേളനം ഈ നാടിൻ്റെ ചരിത്രമാണ്, ഒരു സാംസ്കാരിക ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ഇന്ന് നമ്മുടെ ഈ ചടങ്ങിന് എത്തിച്ചേരുന്നത്. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. KPMSൻ്റെ സമ്മേളനം ഇന്ന് തുടങ്ങിയാൽ 2 ദിവസം സമ്മേളനം നീണ്ടു നിൽക്കുകയാണ്. നാളെ നമ്മുടെ ബ്രൂതി സമ്മേളനം ആരംഭിക്കും. ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ നയപരിപാടികൾ രൂപപ്പെടുത്തുന്ന പ്രതിനിധി സമ്മേളനമാണ് നടക്കുന്നത്. നാളെ വൈകിട്ട് നമ്മുടെ നഗരത്തിൽ
മാർക്കറ്റിൽ വെച്ച് നമ്മളൊരു സെമിനാർ നടത്തുന്നുണ്ട്. പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ജാതി സെൻസസിൻ്റെ പ്രസക്തി എന്നതാണ് വിഷയം. ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KPMS കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതി വലിയൊരു പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയത്. ആ പ്രക്ഷോഭം നടത്തിയപ്പോൾ KPMS 2 പ്രഖ്യാപനങ്ങളാണ് ആ പ്രക്ഷോഭത്തിൽ ആ സമരമുഖത്ത് നടത്തിയത്. ഒന്ന്, തനിച്ചുള്ള പ്രക്ഷോഭം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി തനിച്ചുള്ള പ്രക്ഷോഭം KPMS-നുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, ഈ ആവശ്യം ഉന്നയിച്ച് നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും ഏകോപിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് ജനുവരി മാസം 25-നാണ് നമ്മൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ചുരുക്കം നാളുകൾക്കുള്ളിൽ ഫെബ്രുവരി മാസം 15-ാം തീയതി തിരുവനന്തപുരത്ത് സമാന സ്വഭാവമുള്ള പ്രക്ഷോഭരംഗത്ത് നിൽക്കുന്ന സംഘടനകളെ ആകെ വിളിച്ചു ചേർത്തു. ഇന്ന് 70ഓളം സംഘടനകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോം പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പട്ടിക വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ തുടങ്ങി എല്ലാവരും ആ പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസം 5-6 തീയതികളിൽ ഈ പുതുതായി രൂപപ്പെട്ട ആക്ഷൻ കൗൺസിൽ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. നിങ്ങൾ ആ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. 2 ദിവസം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുന്ന എല്ലാ സഹോദര പ്രസ്ഥാനങ്ങളും അതിൽ അണിനിരന്നു. അനുകൂല നിലപാടുണ്ടാകാത്തത് കൊണ്ട് പ്രക്ഷോഭം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ജാതി സെൻസസ് വിഷയത്തിൽ പ്രക്ഷോഭം ജില്ലകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 3-ാം തീയതി കോട്ടയത്തിൻ്റെ കൺവെൻഷനാണ്, കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ വെച്ച്. 5-ാം തീയതി എറണാകുളം ജില്ലയുടെ കൺവെൻഷനാണ്, എറണാകുളം ടൗൺ ഹാളിൽ വെച്ച്. 6-ാം തീയതി കോഴിക്കോട് കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ്, രാജ്യത്തെ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ പലരും ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ്, ഈ നിങ്ങളുടെ പ്രക്ഷോഭം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവരെ ബാധിക്കില്ലേ എന്ന ചോദ്യം ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ്. നമുക്കറിയാം, 931-ലാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സെൻസസ് അവസാനമായി നടന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. ഈ സെൻസസിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അന്ന് ഉയർന്നു വന്ന ഒരു വിമർശനം, ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ അത് ജാതിയെ ശക്തിപ്പെടുത്തും, നമുക്ക് ദേശീയോദ്ഗ്രഥനമാണ് ആവശ്യം, അതുകൊണ്ട് അത്തരം സമീപനങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം നടന്നിട്ടില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കായ ജാതികളുണ്ട്, ആ ജാതികളെ നിർണയിക്കുന്നത് സങ്കീർണമാണ്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നാണ്. നമുക്ക് ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ച പകരുന്ന സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രയോജനപ്പെടും. നിർഭാഗ്യമെന്ന് പറയട്ടെ, സർക്കാരുകൾ തയ്യാറല്ല. നമ്മുടെ രാജ്യത്തെ 80% മുകളിൽ വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അത് ലഭ്യമാകുന്ന കാര്യത്തിൽ, അധികാരത്തിലെ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ നീതിപൂർവമായ വിതരണം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നീതിയുക്തമായിട്ടുള്ള വിതരണം സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ് അധികാരത്തിൻ്റെയും വിഭവങ്ങളുടെയും സിംഹഭാഗവും അവരുടെ പക്കലാണ്. അതുകൊണ്ടാണ് സർക്കാരുകൾ ചില സമൂഹങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഈ കണക്കുകൾ പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പട്ടികജാതി വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ
ഒരു ഹോം സർവേ പ്രഖ്യാപിച്ചു. ഇപ്പോൾ SC പ്രൊമോട്ടർമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വികസന വിടവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം സർവേ പ്രഖ്യാപിച്ചു. നമ്മളത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. വികസന വിടവല്ല കണ്ടെത്തേണ്ടുന്നത്, വിഭവങ്ങളുടെ വിതരണ കാര്യത്തിലെ വിടവ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അധികാര പങ്കാളിത്തത്തിൻ്റെ വിടവ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമായാൽ അതിൻ്റെ പരിഹാരം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന സർക്കാരുകൾക്കെതിരെ സന്ധിയില്ലാത്ത പ്രക്ഷോഭത്തിനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് കേന്ദ്രത്തോട് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. 10 വർഷങ്ങൾക്ക് മുൻപുള്ള കണക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി, സാമൂഹിക നീതി എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, അതിന് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പ്രക്ഷോഭ രംഗത്താണ്. അടുത്ത 2 നാൾ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഇതിൻ്റെ സമരസാരഥ്യത്തിലുള്ള ഒരു സംഘടന എന്ന നിലയിൽ KPMSൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള നയപരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് രൂപപ്പെടുത്തും. കൂടുതൽ ആശയ വ്യക്തതയ്ക്കും അതുപോലെ തന്നെ നാം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾ പൊതുസമൂഹവുമായി സംവദിക്കുന്നതിനും നമ്മളൊരു ഓപ്പൺ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാറിൽ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് ദേശീയ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ചെയർമാൻ ഡോക്ടർ G. മോഹൻ ഗോപാലാണ്. പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ആ സെമിനാറിൽ പങ്കെടുക്കുന്നത്. ഈ 3 ദിവസവും നീണ്ടു നിൽക്കുന്ന KPMSൻ്റെ സമ്മേളനം നാം മുന്നോട്ട് വെക്കുന്ന ഈ അഭിപ്രായത്തെയും ഈ ആശയത്തെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാകും ഈ സമ്മേളനം കൈക്കൊള്ളാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിൽ ഇന്ന് എനിക്ക് ഔചിത്യത്തിൻ്റെയും അതുപോലെ തന്നെ വേദിയുമായി ബന്ധപ്പെട്ട് ഞാൻ വഹിക്കുന്ന ചുമതലയുടെയും അതിരുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഈ സമ്മേളനം ചേരുന്നൊരു ഘട്ടത്തിൽ നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലാണ്. മലയാളി ഊറ്റം കൊള്ളുന്ന പരിഷ്കരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഒരു ഔന്നിത്യം കേരളത്തിനുണ്ട് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുകയാണ്. പക്ഷേ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അത് വെറും പൊയ്മുഖമാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സനാതനധർമ്മവും അന്ധവിശ്വാസവും ആഭിചാര പ്രക്രിയയും അരങ്ങ് തകർക്കുകയാണ് കേരളത്തിൽ. നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു. അന്നം തേടിപ്പോയ പട്ടികജാതിക്കാരനെ സംബന്ധിച്ച് അവൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാകുന്നു. പണ്ടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അക്ഷരം പഠിച്ചാൽ, അറിവ് നേടിയാൽ, വിദ്യ കരഗതമായാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. ഇന്ന് അന്നം മാത്രമല്ല, അക്ഷരം തേടിപ്പോയവനും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നിൽക്കുന്നു. പ്രതിഭാധനനായ ഒരു കലാകാരൻ തൻ്റെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ കേരളത്തിൻ്റെ ഉമ്മറത്ത് കണ്ണീരണിഞ്ഞു നിൽക്കുന്നു. എവിടെയാണ് നാം കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന പരിസരം? എവിടെയാണ് കേരളത്തിൻ്റെ ഔന്നിത്യം? എവിടെയാണ്? ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും ആൾക്കൂട്ട വിചാരണയും അനുസ്യൂതം നടക്കുന്നൊരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുന്നു. ഇത് മാറുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ KPMSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഈ കുർലോസ് തിരുമേനിയെ ഞാൻ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം എനിക്ക് വിളിക്കാൻ പേടിയാണ് തിരുമേനി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ തിരുമേനിയുടെ ഒരു ശ്രദ്ധേയമായ അഭിമുഖം അടുത്ത സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രാഹ്മണ്യത്തെ ഈ ക്രിസ്തീയ വിശ്വാസവുമായി കൂട്ടിയോജിപ്പിക്കുന്ന, അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ പുരോഹിതനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് തിരുമേനി, അരമന എന്നൊക്കെ പറയുന്ന ഈ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം.
അതുകൊണ്ട് തിരുമേനി എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് കാണുമ്പോൾ നമുക്ക് കാണുമ്പോഴേ പേടിയാണ്. അപ്പോൾ പിന്നെ തിരുമേനി നല്ലത്, ഇന്ന് ഞാൻ തിരുമേനി എന്നാണ് വിളിച്ചത്. ഫോണിൽ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ജീർണതകളോട് ഒരു ക്ഷുഭിതമായ മനസ്സ് പേറുകയും പൗരോഹിത്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കുപ്പായം അണിയുമ്പോൾ പോലും അതിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഷേക്സ്പിയർ ചോദിക്കുന്നു, എന്താണ് പേരിലെന്ത് പ്രസക്തി എന്ന്. പേരിലെന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നു, പേരിലെന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. പക്ഷെ പേരിലെന്ത് കാര്യം എന്ന് കേരളത്തിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ ജാതിയുണ്ട് എന്നാണ് മറുപടി എന്നാണ് തിരുമേനി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും വാല് മുറിക്കാൻ തയ്യാറാകാത്ത ഒരു നാടായി നമ്മുടെ നാട് നിൽക്കുന്നു. അപ്പോൾ ഷേക്സ്പിയർ ചോദിക്കുന്നത് പേരിലെന്ത് കാര്യം എന്ന് ചോദിക്കുമ്പം പേരിൽ ജാതിയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അത് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ജാതിയുണ്ട് എന്നാണ്. തിരുമേനി പറയുന്ന മറ്റൊരു കാര്യം, 1908 യോഗക്ഷേമ സഭ ഉണ്ടാകുന്നത്. വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യാഥാസ്ഥിതികത്വത്തിൻ്റെ പുറന്തോടുകൾക്കുള്ളിൽ അതിൻ്റെ ഗർഭഗൃഹങ്ങളിൽ മനുഷ്യരല്ലാതെ ജീവിച്ച നമ്പൂതിരിമാർ. മൂത്ത നമ്പൂതിരിക്ക് മാത്രം വേളി, ബാക്കിയുള്ളവർക്കെല്ലാം സംബന്ധത്തിൽ കുട്ടി ജനിച്ചാൽ അച്ഛനെന്ന് വിളിക്കാൻ കഴിയില്ല, ഇല്ലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. മൂത്ത നമ്പൂതിരിക്ക് മാത്രം വേളി എന്ന് വന്നപ്പോൾ ഒരിക്കൽ വേളി കഴിച്ച നമ്പൂതിരി പിന്നെയും വേൾക്കാൻ തുടങ്ങി. വാർദ്ധക്യത്തിലെത്തുന്ന ഒരു നമ്പൂതിരിയുടെ വേളിയുടെ പ്രായം എന്ന് പറയുന്നത് ചെറിയ പ്രായം, 18-16 വയസ്സായിരിക്കും. അങ്ങനെ നമ്പൂതിരി മരണപ്പെട്ടാൽ ആ വൈധവ്യത്തിൻ്റെ നോവും പേറി അത്തരം അന്തർജനങ്ങൾ അന്തഃപുരങ്ങൾക്കുള്ളിൽ ജീവിച്ചു. പുറലോകത്തിൻ്റെ വെളിച്ചം നുകരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മനുഷ്യരല്ലാതെ ജീവിച്ചു. ആ കാലത്താണ് കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ, പരിഷ്കരണത്തിൻ്റെ മണ്ഡലത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞു, നമ്പൂതിരിക്ക് ഈ ജീവിതപാതകളിലൂടെ നമ്പൂതിരിയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന യാഥാസ്ഥിതികത്വത്തിൻ്റെ പൂണൂല് പൊട്ടിച്ചെറിയണം. ഈ ജീവിതപാതയിലൂടെ നമ്പൂതിരി മനുഷ്യനായി നടക്കുന്ന കാലമുണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. ഇപ്പം തിരുമേനി പറയുന്നൊരു കാര്യം, ഇപ്പം മനുഷ്യൻ, യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് മനുഷ്യൻ നമ്പൂതിരിയാകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ എന്നതാണ്. അതല്ലേ ഇപ്പം നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ സർഗാത്മകതയെ വർണ്ണം കൊണ്ടും വർഗം കൊണ്ടും അളക്കാൻ ആ പ്രതിഭാധനനായ കലാകാരൻ കണ്ണീരണിഞ്ഞ് കേരളത്തിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ വേദിയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ പരിഷ്കരണത്തെ സംബന്ധിച്ച്, സാമൂഹിക ജീർണതകളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മളിപ്പോൾ പത്തനംതിട്ടയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇലന്തൂരിലാണ് നമ്മുടെ നരബലി നടന്നത്. നരബലി നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തുകൊണ്ട് നിയമം ഉണ്ടാകുന്നില്ല? ഒരു സമൂഹത്തിൻ്റെ വികാസത്തിനും ഒരു സമൂഹത്തിൻ്റെ പ്രയാണത്തിനും അതിൻ്റെ ജീർണതകൾ ഒഴിവാക്കാൻ ഒരു നിയമം പിൻബലത്തിലെത്തണം എന്ന് ശാഠ്യം പിടിക്കുന്നതിലുപരി ഒരു സമൂഹത്തിൻ്റെ വികാസത്തിനും പ്രയാണത്തിനും വിഘാതമായി നിൽക്കുന്ന പ്രതിലോമകരമായിട്ടുള്ള സാഹചര്യങ്ങളെ എതിർക്കാൻ ഒന്ന് ആഭ്യന്തരമായ പരിഷ്കരണമാണ് നമുക്ക് ആവശ്യം. സമുദായങ്ങൾക്കുള്ളിൽ തന്നെ ആ പരിഷ്കരണം നടക്കണം. പൊതുവിൽ കേരളം എന്ന് പറയുന്ന ഒരു നവോത്ഥാന പരിസരം, ഒരു ആധുനിക ജനാധിപത്യ പരിസരം ഉണ്ട് എന്ന് നാം കരുതുന്ന കേരളത്തിൽ ഇനിയും അവശേഷിക്കുന്ന ഈ ജീർണതകൾക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന് തയ്യാറെടുക്കേണ്ടുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്.
അതിന് തയ്യാറെടുക്കാൻ, അതിന് നമ്മുടെ സഹോദരങ്ങളെ സമരസജ്ജമാക്കുന്ന, നാടിൻ്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്ന ഒരു സമ്മേളനത്തിലും സംഗമത്തിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സമ്മേളനവും സംഗമവും വിജയിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് പ്രധാനമായും പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അതിർത്തിയിലുള്ള ആളുകളും ഈ സമ്മേളനം കാണുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പ്രവർത്തകരെ എല്ലാം ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ എൽ രമേശൻ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ചടങ്ങിലേക്ക്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPMSനോട് അത്രത്തോളം വാത്സല്യതുല്യമായി പെരുമാറുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ അഭാവം നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സാരഥി ശ്രീമദ് ധർമ്മ ചൈതന്യ സ്വാമികളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്തയാണ്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കാരണവരെ പോലെ എപ്പോഴും നമ്മളോടൊപ്പം സഹോദര തുല്യമായി നമ്മളോടൊപ്പമുള്ള അഭിവന്ദ്യ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലിത്ത അവരുകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ശ്രീ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവിയാണ്. അദ്ദേഹം ഇന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നോമ്പിൻ്റെ കാലമാണ്. ആത്മശുദ്ധി വരുത്തുന്ന വ്രതാനുഷ്ഠാനങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സമയമാണ്. കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തോടും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടും അത്രത്തോളം ആഭിമുഖ്യം ഉള്ളതുകൊണ്ടാണ് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേദിയിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി നോമ്പ് തുറക്കുകയാണെന്ന്. അപ്പോൾ ഉസ്താദ് ആ പ്രത്യേക സാഹചര്യത്തിൽ, അതും ഒരു സവിശേഷമായ നമ്മുടെ ഒരു ചടങ്ങിൽ ഇന്ന് ആ സവിശേഷമായ കാര്യവും നമുക്ക് ഇവിടെ തന്നെ നടക്കുകയാണ്. പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് 3500ഓളം വരുന്ന നമ്മുടെ ഈ ആരാധനാലയങ്ങൾ, അതുപോലെ 1500ഓളം വരുന്ന മഹല്ലുകൾ, മധ്യ കേരളത്തിൽ അതിനെ നിയന്ത്രിക്കുന്ന, പ്രായത്തെ മറികടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി അവരുകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ആണ് നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ഖജാൻജിയാണ്. അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്. കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം അരുളുകയാണ്. പിന്നീട് ദലിത് ആദിവാസി സംയുക്ത സമിതി കുറേ അധികം സംഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു സംയുക്ത വേദിയാണ്. അതിൻ്റെ ചെയർമാനും CSDS എന്ന സംഘടനയുടെ പ്രസിഡൻറ്റും നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ KK സുരേഷ്, അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. പിന്നീട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗവും ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സുനിൽകുമാറാണ്. സുനിലിനെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനം കാണുന്നതിനും ശ്രവിക്കുന്നതിനും വീക്ഷിക്കുന്നതിനും വേണ്ടി മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ നാട്ടുകാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, അതുപോലെ തന്നെ മുൻനിരയിലുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കൾ, നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദര പ്രസ്ഥാനങ്ങളുടെ സാരഥികൾ, എല്ലാവരെയും
KPMSൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം ദീർഘമായി പോയ എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.